ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ വില്ലിൽ എഴുതിയിരിക്കുന്നത് വീണ്ടും ആ ലോയർ പറയാനായിട്ട് തുടങ്ങും. 10 വർഷം ആ ഒരു ഹോട്ടല് ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും ഭുവാനയുടെ പേരിലായിരിക്കും ചെന്ന് ചേരുക എന്നുകൂടി എക്സ്ട്രാ അതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ മിങ് അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി തന്നെ ഇറങ്ങി പോകും. മിങ്ങിന്റെ അടുത്ത് കൊടുക്കാനായിട്ട് ഒരു ലെറ്ററും കൂടി ലോയറിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ ആ ലെറ്റർ മിങ്ങിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണോന്ന് പറഞ്ഞ് ഭുവാനയുടെ കയ്യിൽ കൊടുക്കും. അതേ ടൈം മിങ്ങും ഹിയും കൂടി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് ഹിയും, അല്ല നിങ്ങള് ഗ്രാൻഡ്മയുടെ കല്ലറയിലേക്ക് പോയപ്പോ ഭുവാനയുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യുമെന്നും പറഞ്ഞല്ലേ പോയത്, ഇനി നിങ്ങൾ ഭുവാനിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ മിങ്ങിന് ഭയങ്കരമായിട്ട് ദേഷ്യം കയറും. അങ്ങനെ ആ കാറ് ഭയങ്കര സ്പീഡിൽ ഓടിക്കാനായിട്ട് തുടങ്ങും. അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, എന്തായാലും നിങ്ങൾ പ്രപ്പോസ് ഒന്നും ചെയ്യണ്ട, ഇപ്പൊ ജീവനോട് കൂടി ഇരിക്കണം, എന്നാലല്ലേ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് ഈ മിങ്ങിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഫിഷിങ്ങിനായിട്ട് ചെന്നിരിക്കുവാണ്. അവിടെ ഇരിക്കുമ്പോ പോലും നിനക്കൊട്ടും മനുഷ്യത്വം ഇല്ല, നീ ഒരു റോബോട്ടിനെ പോലെയാണ് പോകുന്നതെന്ന് ഗ്രാൻഡ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കും. ആ ടൈമിന് ഷാന മാഡവും കോള് ചെയ്യും. ആ ഒരു ഷിംഗ്ലി ഹോട്ടല് നിന്റെ കയ്യിൽ നിന്ന് മൊത്തമായിട്ട് ഭുവാനയുടെ കയ്യിലേക്ക് പോയെന്നറിഞ്ഞല്ലോ, ഇനി എന്താ നീ ചെയ്യാൻ പോകുന്നത്, എത്രയും പെട്ടെന്ന് ഷിംഗ്ലി ഹോട്ടല് തിരികെ പിടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കെന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ ഒച്ചയും വെച്ച് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യും. അങ്ങനെ മിങ്ങും ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ തന്നെ ഹിയും, നിങ്ങളിപ്പോ എന്താ തീരുമാനിക്കാൻ പോകുന്നത്, ഭുവാനയുടെ അടുത്ത് നിങ്ങളുടെ ലവ് തുറന്നു പറയുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ മിങ്ങും ഒന്ന് ആലോചിച്ചിട്ട്, ഞാൻ വീണ്ടും വീണ്ടും ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു, ഇത്രയും നേരം വരെ ഭുവാനെക്കാണ് കൂടുതൽ ഫേവർ ചെയ്തത്, എന്നിട്ട് ഗ്രാൻഡ്മ എന്നെ ചതിച്ചു എന്നാണ് വിചാരിച്ചത്. വീണ്ടും വീണ്ടും ചിന്തിക്കുന്തോറും അങ്ങനെയല്ല, ഈക്വൽ ആയിട്ടാണ് ഗ്രാൻഡ്മ ചിന്തിച്ചിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എങ്ങനെയെങ്കിലും ഷിംഗ്ലി ഹോട്ടല് ഭുവാനയുടെ കയ്യിൽ നിന്നും വാങ്ങും, അത് ഉറപ്പാണെന്നും പറഞ്ഞ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടിരിക്കും. അങ്ങനെ നേരെ റൂമിലേക്ക് പോകും. ഭുവാന വീട് ക്ലീൻ ചെയ്ത് പോയതിനു ശേഷം ഒരു ബോട്ടില് ചോക്ലേറ്റ് അവിടെ വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ആ ബോട്ടിൽ നോക്കി നിൽക്കും. ഇപ്പോ ഭുവാനോട് വല്ലാത്തൊരു സ്നേഹമൊക്കെ കൂടി കൂടി വരുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ മിങ് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഈ അങ്ങോട്ടേക്ക് വരും. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, അതിപ്പോ ഞാൻ പറയട്ടെ എന്ന് ചോദിക്കും. വാല്യൂ ഉള്ള ഐഡിയ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോന്നറിയും. വേറൊന്നുമല്ല, ഹുവാനയുടെ ഒക്കെ വീട് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ വേണ്ടി പോവാണ്. ആ ക്യാഷ് കൊണ്ട് അവർക്ക് സിറ്റിക്ക് നടുവിൽ ഒരു വീട് വാങ്ങാനായിട്ട് എന്തായാലും പറ്റില്ല, ഗ്രാമത്തിലേക്ക് പോയി വാങ്ങേണ്ടി വരും. ആ ചാൻസ് യൂസ് ചെയ്ത് നിങ്ങളുടെ പേരിലുള്ള വീട് ഹുവാനയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് പറയണം. അതിന് പകരമായിട്ട് ഷിംഗ്ലി ഹോട്ടല് എഴുതി തന്നാ മതി എന്ന് പറഞ്ഞാ പോരെ, ഇത് നല്ല ഐഡിയ അല്ലേ എന്ന് ചോദിക്കും. ആ ഇതും നല്ല ഐഡിയ ആണെന്നും പറഞ്ഞ് മിങ്ങും നിൽക്കും. അതേ ടൈം ഹുവാന ജീനെ കാണാനായിട്ട് ചെല്ലും. നടന്ന കാര്യങ്ങളെല്ലാം ജീയുടെ അടുത്ത് വിവരിച്ചു പറയും. ഇത് കേൾക്കുമ്പോൾ ശ്രീയും ഷോക്കാകും. ഇത്രയും ക്യാഷ് ഉള്ള ടീമായിരുന്നു നിന്റെ ഗ്രാൻഡ്മ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നറിയും. ആ എനിക്കും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല, ആ ഷിംഗ്ലി ഹോട്ടല് എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ശരിക്കും ഷോക്കായി പോയി. പക്ഷെ മിങ്ങിത് കേട്ട് ഷോക്കായില്ല. എന്തോ അവൻ ആ ഷിംഗ്ലി ഹോട്ടല് കിട്ടുമെന്ന് വിചാരിച്ചാണ് അവിടെ വന്നിരുന്നത് പോലും. കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഭയങ്കര ദേഷ്യത്തില് പുറത്തേക്ക് ഇറങ്ങി പോയി എന്നറിയും. ആടി, ചിലപ്പോ അവനും എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിയാമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവനും ഷോക്കാവാണ്ടിരുന്നേന്ന് ഇങ്ങനെ പറയും. ആ ടൈമിന് ലോയറിന്റെ അടുത്ത് നിന്നും ഭുവാനക്ക് കോള് വരും. ഉത്തരവാദിത്വങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കണം, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷിംഗ്ലി ഹോട്ടലിലേക്ക് വരാനായിട്ട് പറയും. അങ്ങനെ ഈ കാര്യം ജീയുടെ അടുത്ത് പറയുമ്പോ, ഞാനും കൂടി വരട്ടേടി, ആ ഹോട്ടല് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നറിയും. ആ ഓക്കേടി, നീയും കൂടി വന്നോന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നേരെ ആ ഹോട്ടലിലേക്ക് ചെല്ലും. ലോയർ ആണെങ്കിലോ കുറച്ച് പേപ്പേഴ്സ് എടുത്ത് ഭുവാനയുടെ കയ്യിലേക്ക് കൊടുക്കും. എന്റെ ഉത്തരവാദിത്വം ഇവിടെ വെച്ച് തീർന്നു എന്നറിയും. ആ ഓക്കെ സാർ, എന്തായാലും ഈ ഹോട്ടല് ഞാൻ തന്നെ ഒറ്റക്ക് ചുറ്റി കണ്ടോളാം, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോന്നും പറഞ്ഞ് അയാളും അവിടെ നിന്ന് പോകും. ആ ടൈമിന് ഷിംഗ്ലി ഹോട്ടലിലെ ഹെഡ് ഷെഫ് അടുത്തേക്ക് വരും. അപ്പൊ തന്നെ ചെയ്യും, ഞാൻ എന്തായാലും പോവാടി, പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും സംസാരിക്കാനുണ്ടാവില്ലേ, അതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് എനിക്കൊരു കാര്യമില്ല, ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് സി അവിടെ നിന്ന് പോകും. അപ്പൊ തന്നെ ഹെഡ് ഷെഫും, എനിക്ക് കുറച്ച് ഉത്തരവാദിത്വങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനുണ്ട് വാന്നും പറഞ്ഞിട്ട് ഗ്രാൻഡ്മയുടെ പേഴ്സണൽ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഈ റൂമില് വേറെ ആരും കേറില്ല, ഗ്രാൻഡ്മ മാത്രമേ കേറാറുള്ളൂ. ഇനി മുതൽ ഈ റൂം നിന്റേതാണെന്നും പറഞ്ഞിട്ട് കീയും കൊടുത്ത് പുള്ളി അവിടെ നിന്ന് പോകും. അങ്ങനെ ഹുവാന നേരെ ചെയറിലേക്ക് ഇരിക്കും. ആ ടൈമിന് ടേബിളിന്റെ പൊക്കത്ത് ഹുവാനയും ഗ്രാൻഡ്മയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഗ്രാൻഡ്മ വെച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ വീണ്ടും ഇമോഷണൽ ആകും. ഗ്രാൻഡ്മ, എനിക്ക് ഈ ഹോട്ടലും സ്വത്തും ഒന്നും തന്നെ വേണ്ട, അതെല്ലാം നിങ്ങൾ തിരിച്ചെടുത്തോ, അതിന് പകരം നിങ്ങൾ തിരിച്ചു വന്നാൽ മതി എന്നും പറഞ്ഞ് ഭയങ്കര ഫീൽ ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിനാണ് നിങ്ങകത്തേക്ക് കയറി വരുന്നത്. ഹലോ മാഡം, ബിസിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കണം, നമുക്ക് പുറത്തു പോയി സംസാരിച്ചാലോ എന്ന് ചോദിക്കും.
അങ്ങനെ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയിരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഹുവാന, ഞാൻ വന്ന കാര്യം ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം. എന്റെ പേരിലുള്ള വീടും ആ പൂന്തോട്ടവും ഞാൻ നിന്റെ പേരിലേക്ക് എഴുതി തരാം. അതിന് പകരമായിട്ട് ഈ ഹോട്ടല് നീ എനിക്ക് തരണമെന്ന് അറിയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹുവാന ആദ്യം ഒന്ന് ആലോചിക്കും. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുണ്ട്, അത് നീ സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഞാനൊന്ന് ആലോചിക്കാന്ന് പറയും. അങ്ങനെ തന്നെ ഹുവാന, നീ ഇങ്ങോട്ടേക്ക് വന്നത് ഈ ഷിങ്ലി ഹോട്ടൽ വാങ്ങാനായിട്ടാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതേന്ന് ഉടനെ തന്നെ മിങ്ങും പറയും. അപ്പോ ഇതിനു വേണ്ടിയിട്ടാണോ ഗ്രാൻഡ് മേനെയും കൊണ്ട് നടന്ന് ഓരോ സ്ഥലങ്ങളായിട്ട് കൂട്ടിക്കൊണ്ടുപോയി നീ കാണിച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. അതേന്ന് വീണ്ടും മിങ്ങ് പറയും. അപ്പോ ഗ്രാൻഡ്മ പറഞ്ഞത് കൊണ്ടാണോ നീ എന്നെ നല്ല രീതിക്ക് കെയർ എടുത്ത് നോക്കിയതെന്ന് ഇങ്ങനെ ചോദിക്കും. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷെ പോകെ പോകെ അതെല്ലാം മാറിയെന്ന് മിങ്ങും പറയും. അപ്പോഴും ഹുവാനക്ക് വല്ലാത്തൊരു ഡൗട്ട് ഉണ്ട്. എന്നിട്ടും ഗ്രാൻഡ്മ എന്തിനായിരിക്കും ഈ ഹോട്ടൽ എനിക്കായിട്ട് തന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ മിങ്ങ്, ഗ്രാൻഡ്മയുടെ മാനേജ്മെന്റ് ഒട്ടും ശരിയല്ല, മനുഷ്യത്വം ഗ്രാൻഡ്മക്ക് ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാഷ് കയ്യിൽ നിറക്കിയാണ് ഈ ഹോട്ടൽ റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ഞാൻ എപ്പോഴും ഗ്രാൻഡ്മയുടെ അടുത്ത് പറയുമായിരുന്നു, ഗ്രാൻഡ്മയുടെ മാനേജ്മെന്റ് ശരിയല്ല, എന്റെ കൈകളിലേക്ക് ഈ ഹോട്ടൽ ഏൽപ്പിച്ചാൽ ഞാൻ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിക്കോളാന്ന്. എന്നിട്ടും ഗ്രാൻഡ്മ എന്തിനാണ് നിന്റെ പേരിൽ ഈ ഹോട്ടൽ എഴുതി വെച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഹുവാന, അല്ല, നമ്മൾ ഇന്നലെ കല്ലറയിലേക്ക് പോയപ്പോ നീ എന്റെ അടുത്ത് എന്തോ പറയാനായിട്ട് വന്നല്ലോ, അതും ഈ ഷിങ്ലി ഹോട്ടലിനെ പറ്റിയാണോ എന്ന് ചോദിക്കും. ആക്ച്വലി മിങ് ഹുവാനെ പ്രപ്പോസ് ചെയ്യാനായിട്ടാണല്ലോ പോയത്, പക്ഷെ അവരെ തുറന്ന് പറയാനായിട്ട് പറ്റില്ല. ഇപ്പോഴും അത് തുറന്ന് പറയാൻ മിങ്ങിന് പറ്റുന്നില്ല. അത് എന്നും പറഞ്ഞ് വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോഴും നീ നിന്റെ മനസ്സിലുള്ളത് എന്റെ അടുത്ത് തുറന്ന് പറയുന്നില്ല. നിനക്ക് എന്തെങ്കിലും തുറന്ന് പറയണമെങ്കിൽ മാത്രം നീ എന്റെ അടുത്ത് വന്നാൽ മതി. ഈ ലെറ്റർ ഗ്രാൻഡ്മ നിനക്കായിട്ട് എഴുതിയതാണ്. എന്തായാലും ഇത് ഞാൻ തന്നിട്ട് പോവാണെന്നും പറഞ്ഞിട്ട് പോവാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ മിങ് ആ ലെറ്റർ തുറന്നു നോക്കും. അതില് മിങ്ങും ഗ്രാൻഡ്മയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയും അതേപോലെ ഒരു ലെറ്ററും ഉണ്ട്. അങ്ങനെ ആ ഫോട്ടോ എടുത്ത് നോക്കി അതിനുശേഷം ലെറ്റർ തുറന്ന് വായിക്കാനായിട്ട് തുടങ്ങും. നീ ചിന്തിക്കുന്നുണ്ടാകും, പോവാനക്ക് ഞാൻ എന്തോ ഫേവർ ചെയ്തിട്ട് നിനക്ക് എന്തോ ദ്രോഹം ചെയ്തു. പക്ഷെ അങ്ങനെയല്ല, ഞാൻ എന്റെ 2 പേരക്കുട്ടികളെയും ഈക്വൽ ആയിട്ടാണ് കണ്ടത്, ഈക്വൽ ആയിട്ടാണ് സ്നേഹിച്ചത്. പൂവാനൊക്കെ അവളുടെ കഴിവ് പുറത്ത് കാണിക്കാനായിട്ട് ഇതുവരേക്കും ഒരവസരം കിട്ടിയില്ല. ആ അവസരം ഷിങ്ലി ഹോട്ടൽ കൊണ്ട് അവള് നികത്തട്ടെ. അതേപോലെ നിനക്ക് മനുഷ്യത്വം എന്താണെന്ന് അറിയില്ല, ബിസിനസ്, അതിന്റെ ഉയർച്ച, ഇത് മാത്രമേ നിന്റെ മനസ്സിലുള്ളൂ. അതിൽ നിന്നെല്ലാം നീയും ഉയർന്നു വരണം. ഇതാണ് എന്റെ ആഗ്രഹം എന്നും പറഞ്ഞ് ഗ്രാൻഡ്മ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വായിച്ച് മിങ്ങും, ഗ്രാൻഡ്മ എന്നെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് ഗ്രാൻഡ്മ ഇട്ടിട്ട് പോയെന്നും പറഞ്ഞ് മിങ്ങും നിൽക്കും. അതേ ടൈം ഹുവാനയാണെങ്കിലോ നേരെ അകത്തേക്ക് ചെന്ന് അക്കൗണ്ട് ബുക്സ് ഒക്കെ തുറന്നു നോക്കും. മിങ് പറഞ്ഞ പോലെ തന്നെ കൈനഷ്ടം ഒരുപാട് വന്നിട്ടുണ്ട്. ഹോട്ടലിൽ നിന്നും അധികം വരുമാനവും കിട്ടുന്നില്ല. ഇനി ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുമെന്നും പറഞ്ഞ് പുള്ളിക്കാരി ഒന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കും. അതേ ടൈം ഈ മിങ്ങിനെ കാണാനായിട്ട് വരും. നിങ്ങൾ എന്തിനാണ് ഹുവാനയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ശരിക്കും ഒരു സെൽഫിഷ് ആണെന്നല്ലേ അവള് ചിന്തിക്കുള്ളൂ. ഒരു പെൺകുട്ടികൾക്കും അങ്ങനെ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അത് കേട്ട് മിങ്ങും ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതേ ടൈം ഷാന മേഡത്തിനെ കാണിക്കാണ്. അസിസ്റ്റന്റ് വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഓ, ഹുവാന ഇത്രയും വലിയൊരാളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും ഇവിടത്തെ റിയാലിറ്റി എന്താണെന്ന് അവിടെ നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ, എന്താന്ന് വെച്ചാൽ ചെയ്തോന്നും പറഞ്ഞ് പുള്ളിക്കാര് ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടിരിക്കും. ആ ഓക്കെ എന്നും പറഞ്ഞ് അസിസ്റ്റന്റും അവിടെ നിന്ന് പോകും. അതേ ടൈം സീനെ കാണിക്കാണ്. വോളിൽ ഒരു പെയിന്റിങ് തൂക്കാനായിട്ട് പോകുമ്പോ പെട്ടെന്ന് അവിടെ നിന്ന് സ്ലിപ്പായിട്ട് വീഴുന്ന പോലെ തോന്നും. അപ്പൊ തന്നെ ഷാ ഓടി വന്ന് പിടിക്കും. ഓ, നീ വന്നോ, കറക്റ്റ് ടൈമിനാ വന്നത്, എന്തായാലും താങ്ക്സ് ഉണ്ടടാ കുട്ടി പയ്യാന്ന് പറഞ്ഞ് അവന്റെ തലയിലൊന്ന് തടവി കൊടുക്കും. ഇത് കേൾക്കുമ്പോ ഷാവിന് ഇഷ്ടപ്പെടില്ല. എനിക്ക് നിന്റെ അനുജനായിട്ട് ഇരിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാന്നറിയും. ആ ഓക്കേടോ, ഓക്കെ, ഞാൻ സമ്മതിച്ചു എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി ആ ഒരു പെയിന്റിങ് വെച്ച് ഇറങ്ങാനായിട്ട് പോകുമ്പോ വീണ്ടും സ്ലിപ്പായിട്ട് വീഴും. അപ്പൊ ഷാവ് വന്ന് താങ്ങി പിടിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടിരിക്കും. ആ ടൈമിനാണ് ഷാവിന്റെ എക്സ് ഹസ്ബൻഡ് അകത്തേക്ക് കയറി വന്ന് ഇവരുടെ ഫോട്ടോ എടുക്കുന്നത്. ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ നിനക്ക് റൊമാൻസ് തുടങ്ങിയോ എന്ന് ചോദിക്കും. നീ എന്തിനാ ഇപ്പൊ അകത്തേക്ക് കയറി വന്നത്? ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കൊന്നറിയും. ആ, ഞാൻ എന്തായാലും ഒരു കാര്യം പറയാനാ വന്നത്. നീ എന്തായാലും ഈ ഷോപ്പ് എന്റെ ഷോപ്പ് പോലെ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്തായാലും കൊള്ളാന്നറിയും. എന്ത്, ഞാൻ നിന്റെ ഷോപ്പ് പോലെ ഡിസൈൻ ചെയ്ത് വെച്ചെന്നോ? നീ അല്ലേടാ എന്റെ ഡിസൈൻസ് ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്, എന്നിട്ട് ഇവിടെ വന്ന് നുണ പറയുന്നു എന്ന് ചോദിക്കും. ആ, എന്തായാലും ശരി, നീ ഓൺലൈനിൽ എന്നെ പറ്റി ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല, എനിക്കൊരു ബാധിപ്പും ഏർപ്പെടില്ല. വേണമെങ്കിൽ ഞാൻ നിനക്കൊരു ഓഫർ തരാം, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു കൊളാബറേഷൻ നടത്താന്ന് പറയും. എനിക്കൊരു കൊളാബറേഷനും വേണ്ട, നീ ഇവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് ചെയ്യും പറയും. അപ്പൊ തന്നെ പുള്ളിക്കാരൻ, അല്ല, നിന്റെ മോൻ ഇനി ഇവനെ എന്ത് വിളിക്കും? നേരത്തെ അങ്കിൾ എന്ന് വിളിക്കായിരുന്നു, നിന്റെ ഫ്രണ്ടിന്റെ ബ്രദർ ആയിരുന്നില്ലേ, പക്ഷെ ഇപ്പൊ നിന്റെ കാമുകനാണ്. അപ്പൊ നിന്റെ മോൻ ഇവനെ എന്ത് വിളിക്കും? ചെറിയച്ചാന്ന് വിളിക്കൂ, എന്താ വിളിക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോ ജീക്ക് ഒരുപാട് ദേഷ്യം കയറും. അങ്ങനെ ഓടി വന്ന് അയാളെ തള്ളി വിടാനായിട്ട് നോക്കും. പക്ഷെ അയാളാണെങ്കിലോ ജീനെ നിലത്തേക്ക് എടുത്തെറിയും.
ഇത് കാണുമ്പോ ഷാവിനും ദേഷ്യം കയറും. ഓടി വന്ന അയാളെ തല്ലി നിലത്തേക്ക് ഇടും. വക്കീലാണെന്ന് വെച്ച് എന്നെ ഇങ്ങനെ തല്ലാൻ പാടുണ്ടോ? ഞാനിപ്പൊ തന്നെ പോലീസിനെ വിളിക്കുമെന്ന് അയാൾ പറയും. അപ്പൊ തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നീ വിളിക്ക്. ഈ ഷോപ്പ് മൊത്തം ഞാൻ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. അവര് വന്ന് ചെക്ക് ചെയ്ത് എന്താ സംഭവിച്ചതെന്ന് അവര് തന്നെ നിനക്ക് പറഞ്ഞു തരുമെന്ന് പറയും. പുള്ളിക്കാരനൊന്ന് പേടിക്കും. നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് എന്നാലും കുറച്ച് ഡയലോഗ് ഇട്ട് പുള്ളി അങ്ങോട്ട് ഇറങ്ങി പോകും. അപ്പൊ തന്നെ ശ്രീജെന്ന് ഷാവിനെ പിടിച്ചെടുത്തും. നീ എന്താണ് ഈ കാണിച്ചത്? ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് നിനക്ക് എന്തെങ്കിലും പരിക്ക് പറ്റും. പിന്നെ നീ എങ്ങനെ ജോബിന് പോകുമെന്ന് ഇങ്ങനെ ചോദിക്കും. അതൊന്നും എനിക്കൊരു കുഴപ്പമേ അല്ല. നിനക്ക് എന്തെങ്കിലും പറ്റിയാല് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ഷാവും പറയും. ഇത് കേൾക്കുമ്പോ ജി ഒന്ന് ഷോക്കാകും. അപ്പൊ തന്നെ ഷാ വീണ്ടും നീ എന്തൊരു ഹാപ്പി ആയിട്ട് ഇരുന്നേച്ച പെൺകുട്ടിയാണ്. നിന്നെ മാരേജ് ചെയ്തു പോയി. നീ ഇപ്പോ ഇരിക്കുന്ന അവസ്ഥ കണ്ടില്ലേ? ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അല്ല നീ എന്തിനാണ് ഇത്രയ്ക്കും ടെൻഷൻ ആവുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. വേറൊന്നുമല്ല, ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ജി ഒന്ന് ഷോക്കാകും. എന്തൊക്കെയാണ് നീ പറയുന്നത്? നിന്നെ ഞാൻ 10 വർഷത്തിന് മുമ്പാണ് കണ്ടതെന്ന് പറയും. 10 വർഷത്തിന് മുമ്പ് കണ്ടാൽ എന്താണ്? അന്ന് മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞതിന് ശേഷവും ആ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. എപ്പോഴെങ്കിലും എന്റെ ഉള്ളിലുള്ള ഫീലിങ്സ് നിന്റെ അടുത്ത് തുറന്നു പറയാനായിട്ട് ആഗ്രഹിച്ചു. ഇപ്പോഴെങ്കിലും അതിനൊരു ചാൻസ് കിട്ടിയില്ലേ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ജി വീണ്ടും ഷോക്കാകും. പിന്നെ എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലാണ്ട് നീ എന്തായാലും ഇപ്പൊ വീട്ടിലേക്ക് പോകും, ഇപ്പൊ തന്നെ പോണോന്ന് പറഞ്ഞിട്ട് ജി തന്നെ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. ഷാവിനും കുറച്ചെങ്കിലും ആശ്വാസമാകും. ഒരുപാട് നാളുകളായിട്ട് അടക്കി പിടിച്ച കാര്യം എനിക്കിപ്പോ തുറന്ന് പറയാൻ പറ്റിയില്ലേ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങും. അതേ ടൈം ഹുവാനയുടെ അമ്മേനെ കാണിക്കാണ്. പുള്ളിക്കാരി കിടന്നുറങ്ങുമ്പോ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങും. പാർക്കിന്റെ നടുവിൽ അമ്മ നിൽക്കുന്നതും അമ്മനെ ചുറ്റി ഒരുപാട് പേര് ഡാൻസ് കളിക്കുന്നതും അതിനുശേഷം വീട്ടിലേക്ക് വന്ന് ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഹുവാന ഇപ്പോ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നതും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കും. കറക്റ്റ് ടൈമിന് അച്ഛൻ വന്ന് എഴുന്നേപ്പിച്ചു വിടും. അയ്യോ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഇപ്പോഴാണ് എന്റെ പൊന്നുമോള് എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. നിങ്ങളൊന്ന് പോയേ, കുറച്ചു നേരം കൂടി ഞാൻ സ്വപ്നം കാണട്ടെ എന്നും പറഞ്ഞ് പുള്ളിക്കാരി വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഗ്രാൻഡ്മയുടെ ഫോട്ടോയുടെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. നിങ്ങൾ കാരണമാണ് ആ ഹോട്ടലിൽ പോവാനൊക്കെ കിട്ടിയത്. അതിൽ നിന്ന് ഒരുപാട് ക്യാഷ് സമ്പാദിക്കണം. അങ്ങനെ ഒരുപാട് ക്യാഷ് എന്റെ മകൾക്ക് നിങ്ങളായിട്ട് തന്നെ കൊടുക്കണമെന്നും പറഞ്ഞ് പുള്ളിക്കാരി നേരെ വന്ന സോഫയിലിരിക്കും. അപ്പോ ഒരുപാട് കോൾസ് ഒക്കെ വരുന്നുണ്ട്. ഇവരുടെ റിലേറ്റീവ്സ് ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് വലിയ ഹോട്ടലാണ് കിട്ടിയതെന്നൊക്കെ അറിഞ്ഞല്ലോ, സത്യമാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതെ അതെ സത്യമാണ്, വലിയ ഹോട്ടലാണ്. ഈ കാര്യം നിങ്ങൾ ആരുടെ അടുത്തും പറയരുതെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. പക്ഷെ ഇത് കാട്ടുതീ പോലെ നല്ല രീതിക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. ഒരുപാട് പേര് ഇവരെ വെച്ച് ഈ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ അച്ഛനും ഇതൊക്കെ ഇത്തിരി ഓവർ ആവുന്നില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ആ, ഇത്തിരി ഓവർ ആയാലല്ലേ നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. ഇപ്പൊ നമ്മള് വലിയൊരു ഹോട്ടലിന്റെ ഓണേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഹോട്ടലിലേക്ക് ചെല്ലണം. അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അന്വേഷിക്കണം. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നും പറഞ്ഞ് അമ്മ നിർബന്ധിച്ച് അച്ഛനെയും കൂട്ടി നേരെ ഹോട്ടലിലേക്ക് പോകും. ഒരുപാട് ഡിഷൊക്കെ ഓർഡർ ചെയ്ത് അതിന് എന്തൊക്കെ കുറവുകളുണ്ടെന്നൊക്കെ എഴുതാനായിട്ട് തുടങ്ങും. അങ്ങനെ വെയിറ്ററിനെ വിളിച്ചു വരുത്തി ഈ ഒരു ഫുഡിന് എന്തൊരു സ്വീറ്റ്നെസ് ആണ്, ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് എങ്ങനെയാ കഴിക്കുന്നത്, എത്രയും പെട്ടെന്ന് ഹെഡ് ഷെഫിനെ കാണണമെന്ന് പറഞ്ഞ് അയാളെ വിളിച്ചു വരുത്തും. ആ ടൈമിൽ തന്നെ മാനേജർ ഹുവാനക്ക് കോൾ ചെയ്ത് പാരന്റ്സ് ഇവിടെ വന്ന് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെ തന്നെ ഹുവാനയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക് വരും. ഹുവാന എത്തുമ്പോഴേക്കും അവിടെ വലിയൊരു പ്രോബ്ലം തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ ഹുവാന ചെന്ന് എല്ലാവരെയും പറഞ്ഞഴക്കും. അങ്ങനെ ആ പാരന്റ്സിനെയും കൂട്ടി പുറത്തേക്ക് നടക്കും. ഇവിടെയുള്ള പ്രോബ്ലംസ് എല്ലാം ഞാൻ നോക്കിക്കോളാം, നിങ്ങളിപ്പോ വീട്ടിലേക്ക് പോയിക്കോന്നറിയും. ആ ഓക്കെ ഓക്കെ ഞാൻ പോവാന്ന് പറഞ്ഞ് പാരന്റ്സ് ഞാൻ നടക്കും. അപ്പൊ തന്നെ ഹുവാനയെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു വീട് റെന്റിനായിട്ട് നോക്കുന്നുണ്ട്, അത് കിട്ടുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അത് കിട്ടുന്നവരെ എന്തായാലും നമുക്ക് നമ്മുടെ പഴയ വീട്ടിൽ തന്നെ താമസിക്കാം. ഇപ്പോ നമ്മൾ താമസിക്കുന്ന വീട് മിന്നിന്റെ പേരിലല്ലേ ഉള്ളത്. അപ്പോ നമ്മൾ ഇനിയും ആ വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ വീട്ടിലേക്ക് പോവാന്ന് പറയും. ആ ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് പിന്നീട് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് ഹുവാനയുടെ പാരന്റ്സ് അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് പോകും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.